എന്തോ അമ്മോ മണിക്കൂട്ടന് എന്തോ വേണം? പോ അമ്മ പറയട്ടെ, അമ്മ എല്ലാം പറയട്ടെന്ന്. അമ്മ വർത്താനം പറയട്ടെ, പിന്നെ എടുക്കാം കേട്ടോ. പോ. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ 52 വയസ്സിനുള്ളിൽ എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ പഠിച്ച കുറേ കാര്യങ്ങൾ, എൻ്റെ അനുഭവത്തിൽ നിന്ന് കിട്ടിയതായ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടൊന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നിങ്ങളുടെയൊക്കെ കമൻറ്റ് കാണുമ്പം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മളൊരു സ്വന്തത്തിൽ അല്ലെങ്കിൽ ബന്ധത്തിൽപ്പെട്ട ഒരു വർത്തമാനം പറയുന്നത് പോലെയുള്ള ഫീലിംഗാണ് നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ ഓരോ കമൻസുകളും വായിക്കുമ്പോൾ. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പം നിങ്ങൾ എന്നെ ചേച്ചിയായിട്ടും അനിയത്തിയായിട്ടും അമ്മയായിട്ടും പെങ്ങളായിട്ടും ഒക്കെ നിങ്ങൾ കാണുന്നുവെന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ സമയത്തെക്കുറിച്ചുള്ളതായ ഓരോ വീഡിയോ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. എങ്ങനെ സമയം നമുക്ക് സേവ് ചെയ്യാം, എങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ളതായ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അത് വളരെയധികം ഇഷ്ടപ്പെടുകയും പ്രയോജനപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും നമുക്ക് അതേപോലെ തന്നെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. വലിയ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല, എന്നാലും എൻ്റെ അനുഭവത്തിൽ നിന്നുള്ളതായ കുറച്ച് കാര്യങ്ങൾ മാത്രം കേട്ടോ. ഈ സമയം എന്ന് പറയുന്നത് വളരെ അമൂല്യമായ ഒരു സംഭവം തന്നെയാണ്. നമ്മളത് തക്കത്തിൽ ഉപയോഗിച്ചാൽ, നമ്മൾ വേണ്ടുന്ന രീതിയിൽ ഉപയോഗിച്ചാൽ അത് നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ സമയം നമ്മുടെ കയ്യിൽ നിന്നങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ആ സമയത്തെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കിട്ടിയ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ അതിനെക്കുറിച്ചുള്ളതായ ഒരു ദീർഘവീക്ഷണം നമുക്ക് ഉണ്ടായിരിക്കണം. അതിനനുസരിച്ച് നമ്മൾ ആ പ്രവൃത്തി ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കണം. ഇപ്പം നമ്മുടെ ഇപ്പോൾ ഒരു വീട്ടമ്മയാണെന്നുണ്ടെങ്കിൽ പോലും ഒരു കിച്ചണിലെ ജോലി നമുക്ക് 10 മണിക്കുള്ളിൽ ചെയ്ത് തീർക്കണമെന്ന് വെച്ചാൽ നമ്മൾ ആ 10 മണിയാകുമ്പോഴത്തേക്ക് നമ്മളത് ചെയ്ത് തീർക്കും. അതല്ല, നമ്മൾ നിരങ്ങി ആയിരിക്കുന്നുണ്ടെങ്കിൽ ആ ദിവസം മുഴുവൻ നമ്മൾ ആ ഒരു നിരക്കം തന്നെ ആയിരിക്കും, ഒരു പണി നമ്മൾ നടക്കത്തില്ല. ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾ ഒരു ടൈം വെച്ച് നമ്മൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. ഇപ്പം കിച്ചണിലെ ജോലി തന്നെയാണെന്നുണ്ടെങ്കിലും ഒരു 10 മണി അല്ലെങ്കിൽ 11 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ പണി തീരണം. എന്നിട്ട് നമ്മുടെ മറ്റുള്ള പണികളിലേക്ക് നമുക്ക് തിരിയണം എന്ന് വെച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും ആ പണി നമ്മൾ വിജയകരമായിട്ട് നമ്മൾ പൂർത്തീകരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ചുറ്റിനും കണ്ണ് വേണം. അതായത് ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും കുഞ്ഞുങ്ങളായാലും കൊച്ചു പെൺകുട്ടികളായ തന്നെയും ചുറ്റിനും നമുക്ക് ഒരു ശ്രദ്ധ വേണം. ചുറ്റിനും കണ്ണ് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ചുറ്റിനും എന്താണോ നടക്കുന്നത് അതിനെക്കുറിച്ചുള്ളതായ ഒരു ശ്രദ്ധ നമുക്കുണ്ടായിരിക്കണം. അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പോലും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പം കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരുന്നാൽ അവർ അത് തന്നെ ആയിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അവർ ചുറ്റിനും ആരെങ്കിലും അവരെ ശ്രദ്ധിക്കുന്നുണ്ടോ, അവിടെ എന്താണ് നടക്കുന്നത് എന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ആ കുഞ്ഞു മനസ്സിലെ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുത്താൽ വളരുമ്പോഴും അവരെവിടെ ചെന്ന് നിന്നാലും അവരുടെ ശ്രദ്ധ ഇങ്ങനെ ചുറ്റിനും നടക്കുന്നുണ്ട്. ചുറ്റിനും നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ആരെങ്കിലും അവരെ ശ്രദ്ധിക്കുന്നുണ്ടോ, അവരെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് അതുകൊണ്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു വീട്ടമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു സമയത്ത് തന്നെ നമ്മൾ പല ജോലികൾ ചെയ്യില്ല, എങ്കിൽ മാത്രമേ നമ്മുടെ വീട്ടിലെ പണികളൊക്കെ തീരത്തുള്ളൂ. അപ്പം നമ്മൾ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുക എന്നുണ്ടെങ്കിൽ ആ ചപ്പാത്തി തന്നെ നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് വേറെ പണിയൊന്നും നടക്കത്തില്ല. അപ്പോൾ ആ ചപ്പാത്തി ഉണ്ടാക്കുന്ന നേരം കൊണ്ട് അതിന് വേണ്ടുന്ന കറിയും കൂടെ നമ്മൾ തയ്യാറാക്കാന്നുണ്ടെങ്കിൽ ചപ്പാത്തിയായി കറിയായി. അപ്പോൾ അപ്പുറത്ത് ഇത് രണ്ടും നടന്നുകൊണ്ടിരിക്കുമ്പം കാണാൻ തൊട്ടപ്പുറത്ത് നമ്മുടെ വീട്ടിൽ ഒരാടോ പട്ടിയോ പൂച്ചയോ കോഴിയോ എന്തെങ്കിലും കരയുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടൊന്ന് പോകണം അല്ലേ. അപ്പം നമ്മളെന്ത് വേണം, നമ്മുടെ ചപ്പാത്തിയുടെ തീയൊക്കെ ഒന്ന് കുറച്ചിട്ടിട്ട് നമ്മൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ പല കാര്യങ്ങൾ, അല്ലെങ്കിൽ കുഞ്ഞ് കരയുന്നു അല്ലെങ്കിൽ നമുക്ക് അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അപ്പം നമ്മൾ ചപ്പാത്തിയുടെ തീ ഒന്നി ഓഫ് ചെയ്തിടുക, അല്ലെങ്കിൽ അത് തീ കുറച്ചിട്ടിട്ട് നമ്മൾ പോവുക. അങ്ങനെ പല കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേക കഴിവ് തന്നെയാണ്. അപ്പം നമ്മൾ കൊച്ചിൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്യാസ് ഓണാന്ന് ഉള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ അങ്ങനെ പല രീതിയിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ
പല വിഷയങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മുടെ ശ്രദ്ധ പലയിടത്തോട്ടും ഇങ്ങനെ പോവുകയും ചെയ്യും. പക്ഷേ എങ്കിലും നമ്മുടെ പണികളെല്ലാം നടക്കുകയും വേണം. അങ്ങനെ നമ്മൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേക കഴിവുള്ളവർക്ക് മാത്രമേ അതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങൾ മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുകയെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ചുറ്റിനും നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ ആരെങ്കിലും നോക്കുന്നുണ്ടോ കാണുന്നുണ്ടോ. അപ്പം നമുക്കറിയാമല്ലോ, ടി വിയിലും ന്യൂസിനകത്തും ഒക്കെ നമ്മൾ കാണുന്ന പല കാര്യങ്ങളാണ്, ന്യൂസ് പേപ്പറിലൊക്കെ കാണുന്ന കാര്യങ്ങളാണ്. കുഞ്ഞുങ്ങൾ കളിച്ചുകൊണ്ടിരുന്നു, അവരെ മിസ്സായി കാണുന്നില്ല. അപ്പം കുഞ്ഞുങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല, അവരവരുടേതായ ലോകത്താണ്. അപ്പം ആർക്കാണെന്നുണ്ടെങ്കിലും അവരെ തട്ടിക്കൊണ്ടുപോകാനും എല്ലാം സാധിക്കും. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങളെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊക്കെ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു കൊടുക്കണം. പിന്നെയെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ വേണ്ടുന്നതാണ് പ്രയർ എന്ന് പറയുന്നത്, പ്രാർത്ഥന വേണമെന്ന് പറയുന്നത്. പ്രാർത്ഥന നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകം തന്നെയാണ്. ഇപ്പം നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്, നമുക്ക് എന്തെങ്കിലും ആവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ, അദൃശ്യനായ ആ ദൈവത്തിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയെന്നുണ്ടെങ്കിൽ എന്തായാലും ആ പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഉത്തരം ലഭിച്ചിരിക്കും. അപ്പം നമ്മൾ എപ്പോഴും നിങ്ങൾ നോയമ്പെടുത്ത് പ്രാർത്ഥിക്കണോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ എങ്കിലും നമ്മളും നമ്മുടെ ആ ദൈവവുമായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടായിരിക്കണം. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നേരിട്ട് പറയാനായിട്ട് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് നേരിട്ട് നമ്മുടെ ദൈവത്തോട് പറയാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ അതിനുള്ള പ്രതിഫലം എന്തായാലും നമ്മുടെ ദൈവം നമുക്ക് തന്നിരിക്കും. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ എന്തായാലും സ്നേഹമുള്ളവരായിരിക്കണം, അല്ലേ? അവർ നമ്മളെ വളർത്തിയ രീതിയും ഒന്നും നമ്മൾ മറക്കാതെ, അവരെ അവസാനം കൊണ്ടുവന്ന് വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടാക്കുന്ന ഇടപാടൊന്നും ആവാതെ, അവരെ നമ്മൾ സ്നേഹത്തോടെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അവരെയും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തി, ഇപ്പം കേൾക്കാൻ വയ്യാത്തവരായിരിക്കും, കാണാൻ വയ്യാത്തവരായിരിക്കും, ഇപ്പം അവരെ നമ്മൾ കുറ്റപ്പെടുത്തി ഒരിടത്ത് മൂലയ്ക്ക് കൊണ്ടിരുത്താതെ അവരെയും നമ്മളോടുകൂടെ ഒപ്പം അവർക്കൊരു താങ്ങായി നിൽക്കുവാൻ തക്കവണ്ണം നമ്മൾ ഇടയാവണം. അതേപോലെ തന്നെ വൃദ്ധസ്ഥാനത്തിൽ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കാതെ അവരെ നോക്കാനായിട്ട് ഒരു ജോലിക്കാരിയെ, ആ വൃദ്ധസ്ഥാനത്തിൽ കൊടുക്കുന്ന കാശ് കൊണ്ട് നമുക്കൊരു ജോലിക്കാരിയെ ഏൽപ്പിച്ചാൽ നമ്മുടെ വീടും വൃത്തിയായിട്ട് കിടക്കും, നമ്മുടെ അപ്പനും അമ്മയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കും. അപ്പോൾ എല്ലാവരും വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടാക്കുന്നതല്ല ഞാൻ പറയുന്നത്. അങ്ങനെ നമ്മുടെ മനസ്സിൽ പോലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവാതിരിക്കുക. നാളെ നമ്മുടെ മക്കൾ നമ്മളെ വൃദ്ധസ്ഥാനത്തിലൊക്കെ കൊണ്ടാക്കും എന്നൊരു ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെയൊന്നും ചിന്തിക്കാതെ ഇരിക്കുക. അതാണ് ഏറ്റവും നല്ലത്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ജോലികൾ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് ഇഷ്ടമില്ലാത്ത ജോലികൾ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ഒരു മനസ്സോടെ ആയിരിക്കും നമ്മൾ ആ ജോലികൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിയോട് നമ്മൾ എന്തായാലും ആത്മാർത്ഥത പുലർത്തുക. ഇഷ്ടമുള്ള ജോലികൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതൊക്കെയാണ് വേണ്ടത്. ഇപ്പം എൻ്റെ മക്കൾ തന്നെയാണെന്നുണ്ടെങ്കിലും അവർ എൻജിനീയറിങ് കഴിഞ്ഞു, പക്ഷേങ്കിൽ അവർ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇഷ്ടമുള്ളത് അവർ പഠിച്ചു കഴിഞ്ഞു, ഇനി അവർക്ക് ഇഷ്ടമുള്ളത് പഠിക്കട്ടെ എന്ന് ഞങ്ങളും തീരുമാനിച്ചു. പക്ഷേങ്കിൽ അവർ തിരഞ്ഞെടുത്ത വഴി കുഴപ്പമില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അവരുടെ പാത തിരഞ്ഞെടുത്തല്ലോ. അപ്പം എബിനാണെന്നുണ്ടെങ്കിലും ആദ്യമൊക്കെ ഒരു ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി, എങ്കിലും വലിയ റീച്ചൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അന്നേരം ഇങ്ങനെ അവന് വിഷമമില്ല, എങ്കിലും നമുക്കൊരു ഇതുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറയും, മോനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, നീ എന്തായാലും നിനക്കൊരു സമയമുണ്ട്, ആ സമയമാകുമ്പോൾ നീ തെളിഞ്ഞോളും എന്ന് പറയുമായിരുന്നു. അപ്പോൾ എബിനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പല ബ്രാൻഡ്സിന് വേണ്ടിയിട്ട് അവൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കയിലുള്ള ക്ലയൻറ്റ്സ് വരെയൊക്കെയാണ് അവനുള്ളത്. അപ്പം നല്ല രീതിയിൽ അവൻ്റെ വർക്കുകളൊക്കെ അവൻ ചെയ്യുകയും അവനതിൽ വളരെയധികം സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മെറിനാണെന്നുണ്ടെങ്കിലും അവൾക്ക് വേണ്ടുന്ന ഫീൽഡ് അവൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. അവൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ്, പിന്നെ അവൾ ഫാഷൻ ഡിസൈനിങ് കൂടെ പഠിക്കുന്നുണ്ട്. അവൾക്ക് താല്പര്യം എന്ന് വെച്ചാൽ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർ എന്താണെന്ന് വെച്ചാൽ അവർ തന്നെ അവരുടെ മേഖല തിരഞ്ഞെടുക്കട്ടെ എന്ന് നമ്മൾ തന്നെ വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മുടെ മക്കളെ ആണെന്നുണ്ടെങ്കിലും മറ്റുള്ളവരെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കളിയാക്കാതിരിക്കുക, അടിച്ചമർത്തി അവരെ പഠിപ്പിക്കാതിരിക്കുക. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് നമ്മൾ വിചാരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനെ ആയാലും മറ്റുള്ള ആരെയാണെന്നുണ്ടെങ്കിലും നമ്മൾ കളിയാക്കി ഒരുമാതിരി കളിയാക്കുന്ന രീതിയിൽ അവരോട് സംസാരിക്കാതിരിക്കുക. മറ്റുള്ളവർക്ക് മനസ്സിനെ വ്രണപ്പെടുത്തുന്നതായ രീതിയിൽ ചിലപ്പോഴൊക്കെ നമ്മുടെ വായിൽ നിന്ന് വീണ് പോയേക്കാം, എങ്കിൽ തന്നെയും ആ തെറ്റുകൾ തിരുത്തി നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. കളിയാക്കുന്ന രീതിയൊക്കെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് എല്ലാവരോടും ഒരു സൗമ്യമായ രീതിയിൽ നമ്മൾ പെരുമാറാനായിട്ട് ശ്രമിക്കുക.
പിന്നെ നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും നമുക്കുണ്ടാകും. ജീവിതമല്ലേ, പല പ്രശ്നങ്ങളും നമുക്ക് നേരിടാം. സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ നമുക്ക് പല പ്രശ്നങ്ങളെ നേരിടാം അല്ലേ. ഇപ്പം നമ്മൾ ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ എല്ലാവരുടെയും നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. നമുക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്സിനോട്, അല്ലെങ്കിൽ നമ്മുടെ ചേച്ചിയോട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ചേട്ടനോട്, അല്ലെങ്കിൽ ഒരു അനിയത്തിയോട്, ഇങ്ങനെ നമുക്ക് പറയാവുന്ന 1-2 വ്യക്തികളോട് മാത്രം നമ്മൾ പറയാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മളെല്ലാവരുടെയും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അവരിങ്ങനെ പാട്ടാക്കിക്കൊണ്ട് നടക്കുമെന്നല്ലാതെ ഒരു കാര്യം അതിനകത്ത് നിന്ന് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അത് നമുക്ക് പിന്നെ ഞാൻ പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയുന്ന, നമുക്കറിയാമല്ലോ ആത്മാർത്ഥതയുള്ള, അതിനുവേണ്ടി മറ്റുള്ളവരോട് പറഞ്ഞ് നടക്കാത്ത ആരോടെങ്കിലും എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, അപ്പം അങ്ങനെയുള്ള ആരോടെങ്കിലും നമ്മുടെ സങ്കടങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുക. അപ്പം പൈസയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അധ്വാനിക്കുന്ന പൈസയൊക്കെ നമ്മൾ സൂക്ഷിച്ചും കണ്ടും നമ്മൾ ചിലവാക്കാനായിട്ട് ശ്രമിക്കുക. കിട്ടുമ്പോൾ ഉടനെ നമ്മൾ തീർക്കാതെ അത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം എടുക്കുക. അപ്പം നമുക്ക് കിട്ടുന്ന പൈസ നമുക്ക് പിന്നെ മറ്റുള്ള ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ദൈവം ഒരു സമ്പത്ത് തരുന്നത്. അപ്പം അത് നോക്കിയും കണ്ടും നമ്മൾ അത് ചിലവാക്കാനായിട്ട് ശ്രമിക്കുക. ആർക്കെങ്കിലും അത്യാവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ പിന്നെ നമ്മൾ പൈസയെക്കുറിച്ച് വിഷമിക്കേണ്ടി വരത്തില്ല. അത് നമ്മൾ സേവ് ചെയ്യേണ്ട രീതിയിൽ സേവ് ചെയ്യുക. അനാവശ്യമായിട്ട് ചിലവാക്കാതിരിക്കുക. അനാവശ്യമായിട്ട് നമ്മൾ ഓരോന്ന് വാങ്ങിച്ച് വീട്ടിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിച്ച് കൂട്ടി ഇങ്ങനെ വെച്ച് നമ്മുടെ കടഭാരത്തിലായി പോകാതെ നിയന്ത്രിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വലിയ കുഴപ്പങ്ങളില്ലാതെ നമുക്ക് ജീവിച്ചു പോകാനായിട്ട് സാധിക്കും. ഇപ്പം നമുക്കറിയാം കുറേ പേരാണെന്നുണ്ടെങ്കിൽ അയലത്ത് എന്തെങ്കിലും കണ്ടാൽ ഉടനെ അത് വാങ്ങിച്ച് കൂട്ടിയിട്ട്, പക്ഷേ അതിനെ കൊണ്ട് ഉപയോഗം ഉണ്ടോ എന്ന് പോലും നമ്മൾ അന്വേഷിക്കത്തില്ല. എന്ത് ചെയ്യും, അയലത്തുണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ അത് വാങ്ങിച്ചു തന്നിരിക്കും. അപ്പം അങ്ങനെയൊന്നും നമ്മൾ ആവാതിരിക്കുക. നമുക്ക് അത് ആവശ്യമാണോ അത്യാവശ്യമാണോ എന്ന് നമ്മളൊന്ന് മനസ്സിൽ ആലോചിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഓരോന്നും വാങ്ങിച്ചു കൂട്ടാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മുടെ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കൂടുതലും കൃഷിയെക്കുറിച്ചാണ് കാണിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം എല്ലാവരും കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓണം ചാലഞ്ച് കൃഷിയെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാവരും വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഈ വീഡിയോസൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ ഇടുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ അതിന് സമ്മാനങ്ങളൊക്കെ നിശ്ചയിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒക്ടോബർ 15 ആകുമ്പോഴത്തേക്ക് നമ്മൾ സമ്മാനമൊക്കെ കൊടുക്കണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി പുതുതായിട്ട് ആരും വീഡിയോസൊന്നും ഇട്ടേക്കരുത്. സെപ്റ്റംബർ 30 വരെ നമുക്ക് ടൈം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നിങ്ങൾ അതൊക്കെ ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കഴിവതും നമ്മൾ ഓരോന്നും ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ആരുടെയെങ്കിലും കാണാതെയോ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ അറിയാം, ഞാൻ കാണുന്നവരുടെ എല്ലാം ഞാൻ കമൻറ്റ്സ് ഞാൻ വിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇനി നോക്കാതെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ 30 വരെ ഉള്ളത് മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, ഞാൻ ചെക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ എല്ലാവരും കൃഷി ചെയ്യണം. ഈ കൃഷി ചെയ്യുന്ന വീട്ടിൽ എന്തായാലും ദാരിദ്ര്യം കാണത്തില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം. കാരണം നമ്മുടെ മാതാപിതാക്കൾ പഴയ കാലത്ത് നമ്മുടെ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ നല്ലതുപോലെ കൃഷി ചെയ്തിരുന്നവർ, അവർക്കൊക്കെ 5ഉം 10ഉം മക്കളും ഒക്കെ ഉണ്ടായിരുന്നില്ലേ. എങ്കിലും അവിടെയൊന്നും ദാരിദ്ര്യം വലുതായിട്ടില്ലായിരുന്നു. കാരണം അവിടെയൊക്കെ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ എന്തെങ്കിലും ചക്കയോ മാങ്ങയോ ചീനിയോ തേങ്ങയോ ഒക്കെ കഴിക്കാനായിട്ട് അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ദാരിദ്ര്യമില്ലായിരുന്നു. ഇന്നെന്ന് വെച്ചാൽ കൃഷി ചെയ്യാൻ സ്ഥലമില്ല, മണ്ണില്ല എന്നൊക്കെയുള്ള വിഷമമാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ മക്കൾ ഫാസ്റ്റ് ഫുഡിലോട്ടൊക്കെ പോയി അങ്ങനെ പല വിധമായ അസുഖങ്ങളൊന്നും പെട്ടെന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വീണ്ടും എല്ലാവരും ഈ കൊറോണ മുഖാന്തരം കൃഷിയിലോട്ട് വരികയും അപ്പം വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ കഴിക്കാനും അതുപോലെ തന്നെ പറമ്പിൽ ചെയ്യാനും ഒക്കെ സാധിക്കുന്നതുകൊണ്ട് കുറച്ചൊക്കെ ആൾക്കാർക്ക് മനസ്സിലായി ഇപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മളെയും കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും കൃഷി ചെയ്യുക, അതിൽ നിന്ന് വിളവെടുക്കുക, അതിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഒരു 5ഓ 10ഓ മൂടായാലും നമുക്ക് വേണ്ടതായ കാര്യങ്ങൾ നമ്മുടെ പറമ്പിൽ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പം ടെറസിലാണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പം പല പുതിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട് കൃഷി ചെയ്യാനായിട്ട്. ടെറസൊന്നും നനയാത്ത രീതിയിലും നശിക്കാത്ത രീതിയിലും ഒക്കെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ പല സബ്സ്ക്രൈബേഴ്സും അങ്ങനെ കൃഷി ചെയ്ത് നമ്മളെ കാണിക്കുന്നുണ്ട്, വീഡിയോസൊക്കെ ഇട്ട് തരുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളും അതേപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പലതരത്തിലുള്ളതായ കൃഷികളൊക്കെ നമ്മുടെ പറമ്പിൽ ചെയ്യാറുണ്ട്. അത് കണ്ടിട്ട് നിങ്ങളും ചെയ്യാറുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് പിന്നെ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് വിത്തുകളോ രോഗങ്ങളോ ഒന്നും കിട്ടാത്ത പലരും ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെബ്സൈറ്റൊക്കെ തുടങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്കറിയായിരിക്കും,
നമ്മുടെ theminislifestyle.com വന്നാൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടതായ നല്ല നല്ല വിത്തുകളും ഗ്രോ ബാഗുകളും ഇപ്പം 2 തരത്തിലുള്ളതായ ഗ്രോ ബാഗ്സ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്, നിങ്ങൾക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഗ്രോ ബാഗ്സ് ഒക്കെ എന്നുണ്ടെങ്കിൽ 3 വർഷം 4 വർഷം വരെ നിങ്ങൾക്ക് കൃഷി ചെയ്യാം, ഒരു പ്രയാസവും ഇല്ലാതെ. അത് എങ്ങനെ എടുത്തിട്ടാലും നശിക്കുകയില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് അതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഇപ്പം ജോലിയില്ല എന്ന് വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ആവോളം പണികളുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും വരുമാന മാർഗമാക്കി മാറ്റാവുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിന്ന് ജീവിച്ചു വരുന്നത്. ഇപ്പം എൻ്റെ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാട് വളർത്തൽ ചെയ്യാം, കോഴി വളർത്തൽ ചെയ്യാം, പക്ഷികളെ വളർത്താം, പട്ടികളെ വളർത്തി വരുമാനമാക്കുന്നവരുണ്ട്, മുയലിനെ വളർത്തി വരുമാനമാക്കുന്നവരുണ്ട്, പച്ചക്കറി കൃഷി ചെയ്ത് വരുമാനമാക്കുന്നവരുണ്ട്. അങ്ങനെ പച്ചക്കറി കൃഷിയിൽ ഓരോന്ന് എടുത്തിട്ട് അത് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നവരുണ്ട്. എന്ന് വെച്ചാൽ ഫ്രൂട്ട്സ്, വാഴ, അങ്ങനെ പല ഇതും എടുത്തിട്ട് കൈതച്ചക്ക നട്ടിട്ട് അങ്ങനെ പല രീതികളിലും ഓരോന്നും നട്ടുപിടിപ്പിച്ചിട്ട് നല്ല സെയിൽ ചെയ്ത് ജീവിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്നും പറഞ്ഞ് നമ്മൾ ഇരിക്കണം, സമയം മെനക്കെടുത്ത് ഇരുന്നാൽ നമുക്ക് ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ ജീവിച്ചു പോകാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ എന്നാ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്നും എൻ്റെ ആദ്യത്തെ വീഡിയോസൊക്കെ നിങ്ങൾ കുറേ പേര് കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു കരിമീൻ വറുത്തതായിരുന്നു എൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അതിനകത്ത് ഞാൻ വന്ന രീതിയൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മൾ വെറും എന്താണ്, എനിക്കതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല സത്യം പറഞ്ഞാൽ. പിന്നെ നമ്മൾ ഓരോന്നും ചെയ്തപ്പോഴോ ഇത് 10 പേര് കാണുന്നതാണല്ലോ, അപ്പം നമ്മൾ കുറേ കൂടെ നന്നായിരിക്കണം, കുറേ കൂടെ ഇച്ചിരി കൂടെ ഒന്ന് മെച്ചപ്പെടണം. അങ്ങനെ നമ്മൾ ജീവിതത്തിൽ നമ്മൾ അങ്ങ് ഒതുങ്ങി നമ്മുടെ അടുക്കളയിൽ തന്നെ കിടക്കാതെ ഇതിങ്ങനെ ചെയ്തപ്പോൾ ഉണ്ടല്ലോ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻ്റ് ആയി, ഇത് കൊള്ളാമല്ലോ സംഭവം, ഇത് 10 പേര് കാണുന്നു, 10 പേര് അഭിപ്രായം പറയുന്നു, അത് കണ്ടിട്ട് അവർ ചെയ്യുന്നു. അതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷമായി. ഇപ്പോൾ ഈ പ്രായത്തിൽ ഇങ്ങനെ എൻ്റെ മോനാണ് എനിക്കിങ്ങനെ ഒരു വഴി ഒരുക്കി തന്നത്. അപ്പം തീർച്ചയായിട്ടും എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ഈ ഫീൽഡെന്ന് മാത്രമല്ല കേട്ടോ, ഏത് ഫീൽഡിലും നമുക്ക് ഉയരാനായിട്ട് സാധിക്കും. അതിനകത്ത് പ്രായമൊന്നും അതിനകത്ത് ഒരു ഘടകമേ അല്ല. മനസ്സിലായില്ലേ? അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണോ ഏത് മേഖലയിലാണോ താല്പര്യം എന്ന് വെച്ചാൽ ആ മേഖലയിൽ നമ്മൾ ശോഭിക്കണം, നമ്മൾ അതിന് മുന്നേറണം, എങ്കിൽ പ്രയത്നിക്കണം, ആത്മാർത്ഥത വേണം. ഇതൊക്കെയാണ് മെയിനായിട്ട് വേണ്ടത്. നമുക്ക് ശ്രദ്ധ വേണം, ആത്മാർത്ഥത വേണം, ക്ഷമ വേണം, ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ട് ഞാൻ വീട്ടിൽ ചുരുണ്ടുകൂടി കിടന്നിരുന്നെങ്കിൽ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ഒരു വീഡിയോ ഇട്ടു, അത് കുറച്ച് പേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ കമൻറ്റുകളൊക്കെ കണ്ടപ്പം കൊള്ളാൻ നല്ല രസമുണ്ട്. പിന്നെ അടുത്തത് ഇട്ടു, അങ്ങനെ ഓരോന്ന് ഇട്ട് ഇപ്പം കൃഷി വീഡിയോസൊക്കെ നല്ല രീതിയിലൊക്കെ ഇടാൻ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും വളരെ ഇഷ്ടമായി. അങ്ങനെ കുറേ പേര് ഇങ്ങനെ കൃഷികൾ ചെയ്യാനായിട്ട് ഇങ്ങനെ മുന്നോട്ട് വന്നു. അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. എനിക്ക് നിങ്ങളുടെ കമൻസാണ് എനിക്കൊരു പ്രചോദനം എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ പറയും ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടാണ് നിങ്ങൾക്ക് പ്രചോദനമെന്ന്. പക്ഷേ നിങ്ങളുടെ ഓരോ കമൻസുകളും നിങ്ങളുടെ കൃഷികളും ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞാൻ വളരെയധികം ഹൃദയത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് എൻ്റെ ഈ സന്തോഷം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണോ കഴിവുള്ളതെന്ന് വെച്ചാൽ നിങ്ങളും ഉയരാനായിട്ട് ശ്രമിക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുക, പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. അതേപോലെ ഫേസ്ബുക്ക് പേജായ മിനിസ് ലൈഫ് സ്റ്റൈലും കൂടെ ലൈക്ക് ചെയ്ത് വിട്ടാൽ അവിടെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം.